പാട്ട് കേൾക്കാം. അതിനുശേഷമായിട്ട് ഗാനം ശുശ്രൂഷിക്കാനായിട്ട് അലനെയും അതുപോലെ തന്നെ കർത്താവദാസനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അവർ പാട്ട് പാടിയതിന് ശേഷമായിട്ട് ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ പ്രകാശ് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം ബലപ്പെടുത്തട്ടെ അതിനെ ശുശ്രൂഷിപ്പാൻ, അതുപോലെ പാട്ട് പാടുവാൻ പൈതലിനെ ദൈവം ബലപ്പെടുത്തട്ടെ. പാടുവാനായിട്ട് അലനെ അതുപോലെ തന്നെ അച്ഛനും ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു എല്ലാവർക്കും അറിയാൻ ഒരു പാട്ട് പാടുവാൻ പോവുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമാം സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചു നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീജമാരണവും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. മോചനം വീണ്ടും ജനനവും നീജപാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. 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 അന്നവസ്ഥാതി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. Amen. Praise the Lord. Praise the Lord. പാസ്റ്റർ പ്രകാശ് ബാബു, അതെ, ഇപ്പോൾ കർത്താവിന്റെ സമയമാണ്, മെസ്സേജിനുള്ള ടൈമാണ്. ഓക്കെ, എത്ര മിനിറ്റ് ആയിരുന്നു സാർ? 30 minutes. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സന്ധ്യാസമയം ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപയാല്
അധികം മുഖവരകൾ പറയാതെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. ഇയ്യോബിന്റെ ഒരു പ്രസ്താവനയാണ് വായിക്കുന്നത്. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, പിന്മഴയ്ക്ക് എന്ന പോലെ അവർ വായ് പിളർക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരുക്കുക ഈ പ്രയർ ലൈനായി സ്തോത്രം. ഇതിന് പുറകിൽ അധ്വാനിക്കുന്ന അഭിഷിക്തർക്കായി കർത്താവേ, ഇന്ന് ഈ ദൈവജന ശുശ്രൂഷയ്ക്ക് പങ്കാളികളായ ദൈവജനത്തിനായി സ്തോത്രം. ഓരോരുത്തരുടെയും അവസ്ഥ അറിയുന്ന, ഓരോരുത്തരെ കുറിച്ചും ദൈവികമായ പദ്ധതികൾ ഉള്ള കർത്താവെ, ഞങ്ങളെ തൃക്കരങ്ങളിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉപകരമായ ശബ്ദത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. കുറവുകള് കർത്താവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ കഴുകണമേ. ഞങ്ങളെ ആരുടെയും കുറവ് കണക്കിടരുത് കർത്താവെ. ഞങ്ങളുടെ ഈ ടെലിഫോൺ ലൈനിൽ യാതൊരു തടസ്സവും വരരുത്. ആർക്കും ദൈവവചനം കേൾക്കാൻ തടസ്സം ഉണ്ടാകരുത്, ശുശ്രൂഷിപ്പാൻ തടസ്സം ഉണ്ടാകരുത്. കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പതിയുവാൻ ദൈവം സഹായിക്കണം. പുത്രനെ ഉയർത്തണം യേശുവിൻ നാമത്തിൽ. ആമേനപ്പാ, സ്തോത്രം. ചിന്തിച്ച വാക്യം ഇയ്യോബ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു പ്രസ്താവന. ഇയ്യോബ് പറയുക, മഴയ്ക്കെന്ന പോലെ അവരെനിക്കായി കാത്തിരിക്കും. ഇയ്യോബ് തന്നെ തന്നെ ഒരു അലങ്കാരപദം ഉപയോഗിച്ച് പറയുക, താനൊരു മഴയാ. തന്റെ ജീവിതത്തെ താൻ അലങ്കാരപദത്തിലൂടെ പ്രസ്താവിക്കുക. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ദൈവജനത്തെ കുറിച്ച് അനേക അലങ്കാരപദങ്ങളുണ്ട്. ആടായും വീടായും മണവാട്ടിയായും ഇങ്ങനെ അനേക അലങ്കാരപദങ്ങൾ, അസ്ത്രമായും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഇയ്യോബ് ഒരു അലങ്കാരപദം എടുത്തു പറയുമ്പോൾ ആ അലങ്കാരപദം മഴയാണ്. ഇത് ഇയ്യോബിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ആ പദം പറയാം. അതൊരു അലങ്കാരപദമായി നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ജീവിതവും ഒരു മഴയായി മാറും. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ആശിഷമാരി, അനുഗ്രഹമാരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം കാലഘട്ടത്തിന് ഒരു മഴയായി, പിന്മഴയായി മാറണം. ഇവിടെ ഇയ്യോബ് പറയുക, ആൾക്കാരെല്ലാം എന്നെ കാത്തിരിക്കുക. എങ്ങനെയാ കാത്തിരിക്കുന്നത്? ഒരു മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുക. പിന്മഴ പെയ്യുമ്പോൾ വായ് വളർന്ന് അതിനുവേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഇരിക്കുന്ന പോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ശരിക്കും ഒരു ദൈവപൈതന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ദൈവപൈതന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ തന്നെ ആക്കി വെച്ച സമൂഹത്തില്, തന്നെ ആക്കി വെച്ചിരിക്കുന്ന ജോലി സ്ഥലത്ത്, തന്നെ ആക്കി വെച്ചിരിക്കുന്ന ഏത് മേഖലയാണോ ആ മേഖലയില് ഒരു മഴ പോലെ പെയ്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇയ്യോബ്, നമുക്കറിയാം, ഇയ്യോബ് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും ഇയ്യോബിന്റെ പുസ്തകം ഒത്തിരി പേർക്ക് ആശ്വാസം. ഇയ്യോബിന്റെ പേര് തന്നെ ഒരു ആശ്വാസം. കഷ്ടത അനുഭവിക്കുന്നവർക്ക്, വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പ്രത്യാശയാ, ഒരു ഉറപ്പാ ഇയ്യോബിന്റെ ജീവിതാനുഭവം. അതിന്നും മഴ പോലെ അനേകരെ ആശ്വസിപ്പിക്കുക. ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 38-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില് മഴയ്ക്ക് അപ്പനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ മഴ ചുമ്മാതെ ഉണ്ടാകുന്നതല്ല, അതിനൊരു അപ്പനുണ്ട്. സങ്കീർത്തനം 110-3 നമ്മൾ വായിക്കുന്നുണ്ട്,
ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളാകുന്ന മഞ്ഞ് നിനക്ക് വരും. അവിടെ മഴയുടെ അപ്പൻ ആരാണ് എന്നുണ്ട്. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു വർണ്ണനയാണ്. അവിടെ നിന്ന് യുവാക്കളാകുന്ന മഞ്ഞ് പുറപ്പെട്ടു വരുന്നുവെന്ന്. ഇപ്പം മഴയ്ക്കൊരു അപ്പനുണ്ടോ എന്ന ചോദ്യത്തിനൊരു മറുപടി, ശരിക്കും സമൂഹത്തിനൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ സ്ഥിരമായി പോകുന്നത് കൊണ്ട്, ഒരു സംഘടനയോടുകൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജൽപ്പനം പോലെ പ്രാർത്ഥന കഴിക്കുന്നതുകൊണ്ടൊന്നും നടക്കത്തില്ല. അതിനൊരു ജനനം ആവശ്യമാണ്. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കണം. ഒന്നുകൂടെ പറഞ്ഞാല് യേശു കർത്താവിന്റെ ക്രൂശിലൂടെ ഒരു ജനനം നടക്കാതെ ക്രൂശിലെ യാഗത്തെ പൂർണ്ണമായും ഏറ്റെടുത്ത് ഒരു പുതുജനനം പ്രാപിക്കാതെ സ്ഥിരമായി പള്ളിയിൽ പോകുന്നത് കൊണ്ടോ, ഞാൻ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചതാ, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി പെന്തക്കോസിലേക്ക് വന്ന, ജോലിക്ക് വേണ്ടി വന്നതാ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊന്നും നമ്മൾ ഇതുപോലൊരു അനുഗ്രഹ മഴയാകത്തില്ല. നമ്മളൊരു അനുഗ്രഹ മഴയാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്കതിനൊരു നല്ല ജനനം ആവശ്യം. നമ്മള് വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാല് കർത്താവ് ഈ മഴയെ പെയ്യിപ്പിക്കുന്നതിന് ആമോസിന്റെ പുസ്തകത്തിലുണ്ട്, സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുന്ന അന്വേഷിപ്പിൻ. അപ്പൊ ഇത് കിടക്കുന്നത് എവിടെയാ? സമുദ്രത്തിലാണ്. നമ്മളെല്ലാം ലോകമാകുന്ന സമുദ്രത്തിൽ കിടക്കുന്നവരാ. ഈ സമുദ്രത്തിലെ വെള്ളം അതേപടി എടുത്ത് ഭൂമിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഗുണമല്ല, ദോഷമാണ് വരുന്നത്. ആ ഉപ്പ് വെള്ളം വീഴുന്ന സകല സ്ഥലവും കരിഞ്ഞു പോകും, പച്ചപ്പുകളെല്ലാം കരിഞ്ഞു പോകും. കാരണം സമുദ്രത്തിലെ വെള്ളം ഉപ്പ. ഇതുപോലെ ലോകക്കാരിയായിരിക്കുന്ന ഒരാൾക്ക് ഒരു ജനനം ആവശ്യമാണ്. എന്നൊരു ഉപ്പിന്റെ മയമെല്ലാം മാറി, ജഡത്തിന്റെ സ്വഭാവം എല്ലാം മാറി, വേറൊരു സ്വഭാവത്തിലേക്ക്, വേറെ നശിപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന സ്വഭാവത്തിലേക്ക്, സമാധാനം ഇല്ലാതാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് സമാധാനം ഉണ്ടാക്കുന്ന സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം ആവശ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചുമ്മാ ചർച്ചിലേക്ക് വരുന്നത് കൊണ്ടോ, സ്നാനപ്പെടുന്നത് കൊണ്ടോ, കൈയടിക്കുന്നത് കൊണ്ടോ, പാട്ട് പാടുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കാൻ പഠിച്ചത് കൊണ്ടോ, ഊസിക്കാൻ പഠിച്ചത് കൊണ്ടോ, വാക്യം പഠിച്ചത് കൊണ്ടോ ഒന്നും രൂപാന്തരം ഉണ്ടാകത്തില്ല. നമ്മൾ സമുദ്രത്തിലെ വെള്ളം പോലെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ ഭൂമിയിലേക്ക് ഒഴിക്കാൻ ഒക്കത്തില്ല. നമ്മളെ ഒരു സമാധാന വിഷയമായി, ഒരു അനുഗ്രഹ വിഷയമായി, ഒരു ആശ്വാസ വിഷയമായിട്ട് ഒഴിക്കാൻ ഒക്കത്തില്ല. അതിന് നമുക്കൊരു ജനനം ആവശ്യമാണ്. നമ്മുടെ ഈ അവസ്ഥകളിൽ നിന്ന് അനേകർക്ക് അനുഗ്രഹമായി മാറാൻ പാകത്തിന് ഒരു ജനനം ആവശ്യം. ഒരിക്കൽ കൂടി നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്വതം ആ വാക്യത്തിനകത്ത് വായിക്കുന്നത് സമുദ്രത്തിലെ, ആമോസിന്റെ പുസ്തകം 5:8, സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിച്ചു. സമുദ്രത്തിലെ വെള്ളമാണ് ഒന്നുകൂടെ മനസ്സിലാകുന്നു. പക്ഷെ പണ്ട് കേരളത്തിലായിരുന്ന പലരുമാണ് ഇന്നിപ്പോ അമേരിക്കയിലായിരിക്കുന്നത്, ഇൻക്ലൂഡഡ് മീ, ഞാനടക്കം. പണ്ട് കേരളത്തിലായിരിക്കുന്ന പറയുന്നതിനേക്കാൾ ഞാൻ ഇച്ചിരൂടെ താഴ്ത്തി പറയാം, പണ്ട് വെറും ജഡീകനായിരുന്ന, ലൗകികനായിരുന്ന, കുടുംബത്തിന് സമാധാനക്കേടായിരുന്ന, സമൂഹത്തിന് ദോഷമായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആ എന്നെ അതേപടി എടുത്ത് ഇപ്പം നിങ്ങളുടെ മുമ്പ് ഇട്ടിരിക്കുകയല്ല. ആമേൻ. ആ എന്നെ ആ സമുദ്രത്തിന്റെ ഉപ്പുരസമുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഭൂമിയിലേക്ക് വീണാൽ പച്ചപ്പുകളെ നശിപ്പിക്കുന്ന അനുഭവത്തിലുള്ള ആ സ്വഭാവത്തിനെല്ലാം വ്യത്യാസം വരുത്തതൊക്കെ വേണം. ആമേൻ. എനിക്കൊരു ജനനമുണ്ടായിരുന്നു. ശ്വസന്റെ ഉദരം എനിക്കൊരു ജനനത്തിന് കാരണമായി. യേശു കർത്താവിലൂടെ ഞാൻ പുതുതായി എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പ്രാരംഭത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിലൂടെ നമ്മുടെ ചിന്താഗതികൾ മാറിയേ പറ്റത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മൈൻഡ് സെറ്റിനെ പൂർണ്ണമായും മാറ്റാൻ
യേശു എന്ന നാമം കാരണമായിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴും ലൗകികല്ല. ഞാൻ കഴിഞ്ഞ ദിവസം IPC എബ്രോനിലെ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ആ ലൈനിലുണ്ട്. അന്ന് ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. യേശു എന്ന് പറയുന്ന ആ നാമം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ നാമത്തിലൂടെ നമ്മൾ താറാവുകളും ജീവികളും കെരൂബുകളും ദൂതന്മാരും ഒക്കെയുള്ള ഒരാത്മലോകത്തിലെ അംഗമാണെന്നൊരു തിരിച്ചറിവ് തരിക. നമ്മൾ വെറും ഈ ഭൂമിയിലെ ഈ മണ്ണും ഈ കുളവും ഈ മൃഗങ്ങളും പക്ഷികളുമുള്ള ഒരു സ്ഥലത്തെ നിവാസികളല്ല. യേശു എന്ന നാമം നമുക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വന്നു, സ്വർഗവാതിൽ. അതിലൂടെ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി എന്നിരിക്കുന്ന പോലെ ആ പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ എർത്തിലി ബീയിങ് അല്ല, ഈ ഭൂമിയിലെ നിവാസികളല്ല, മറിച്ച് സാറാഫുകളും കെരൂബുകളും ജീവികളും ദൂതന്മാരും ഒക്കെയുള്ള ഒരു ആത്മലോകത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ഈ ഭൂമിയിലെ പല ചിന്താഗതികളിൽ തെറ്റ. എന്നാൽ യേശു കർത്താവ് നമുക്ക് പുതിയതായിട്ട് എവിടെ ഒരു പുതിയ ജനനം കണ്ടാലും പഴയതെല്ലാം കഴിഞ്ഞു പോയി, സകലതും പുതുതായി, ചിന്താഗതിയൊക്കെ പുതുതാകണം. നമ്മുടെ പല ചിന്താഗതിയും ഉപ്പുരസം കലർന്ന, നമ്മുടെ പല ആഗ്രഹങ്ങളും ഉപ്പുരസം കലർന്ന, നമ്മുടെ പല ശ്രമങ്ങളും ഉപ്പുരസം കലർന്ന, നമ്മുടെ പല ഇടപാടുകളും ഉപ്പുരസം കലർന്ന. അതിന് യോബ് തന്നെ പറയുന്നുണ്ട് 36-ാമത്തെയും 27-ാമത്തെ വാക്യത്തിൽ. ഞാൻ കൂടുതൽ യോബിന്റെ പുസ്തകം എടുക്കുന്നത്. യോബ് തന്നെ പറയുന്നുണ്ട്, കർത്താവ് നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, കർത്താവിന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. അപ്പൊ കർത്താവിനെ ആകർഷിക്കുക, ആവിയാക്കി ആകർഷിക്കുക. നമുക്കറിയാം സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ സംഭവിക്കുന്ന എന്നതാ, സമുദ്രത്തിന്റെ ഉപരിഭാഗത്തുള്ള വെള്ളം ആകർഷിക്കപ്പെടുക, ആവിയായിട്ട് ആകർഷിക്കപ്പെടുക. അത് യോബ് എടുത്തെഴുതുക. ഇതുപോലെ ഒരു ദൈവവൈതല് ഇപ്പൊ ഈ മീറ്റിങ്ങിലുള്ള ദൈവജനത്തിന് ആശ്വാസം. നമുക്കറിയാലോ, ഇത് ഈ ഉപരിതലത്തിലുള്ളവരായി ഇപ്പൊ ഈ കേൾക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ പല പരിപാടികളുണ്ട്. അതെല്ലാം ഈ സമുദ്രത്തിന് അടിയിൽ കിടക്കുന്ന, അവർക്ക് വലിയ രൂപാന്തരമൊന്നും വരത്തില്ല. അവർ സഭാന്തരീക്ഷത്തിനകത്ത് ജഡീകരായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും, പ്രാകൃതരായും ലൗകികരായിട്ടും ഒക്കെ കിടക്കും. എന്നാൽ ഇപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേകത പറയാം, അവര് സമുദ്രത്തിന്റെ മുകളിലാ, സൂര്യന്റെ ചൂട് അവരുടെ തട്ടും, അവർക്ക് ആത്മാവിൽ ഒരു രൂപാന്തരം ലഭിക്കും, ആവിയായി. ഇതാ സംഭവിക്കുന്നത്. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു മൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ അകത്തള്ളത്തിൽ ചൂട് പിടിക്കും. സ്തോത്രം. അങ്ങനെ ചൂട് പിടിക്കുന്നവർക്കായി സ്തോത്രം. ഞാനൊരു ദൈവവൈതലാണ്, ഞാൻ ആത്മീകനാണ്. സ്തോത്രം. ഞാൻ ഒരു എർത്തിലി ബീയിങ് അല്ല. സ്തോത്രം. ഞാനൊരു ലോകമനുഷ്യനല്ല, ലോകമനുഷ്യത്തി അല്ല. സ്തോത്രം. സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട്. ഇവിടെ ഞാൻ എങ്ങനെ രൂപാന്തരപ്പെടണം, ഇവിടെ ആകർഷിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. ഓരോ പ്രസംഗം കേൾക്കുമ്പോഴത്തേക്ക് ചിലരുടെയൊക്കെ ഉള്ള അങ്ങ് കത്തും. ചില ഉപവാസ പ്രാർത്ഥനകളൊക്കെ കഴിയുമ്പോൾ ചിലത് കൂടുതൽ അങ്ങ് ശോഭിക്കും. ചില കൂട്ടായ്മകളൊക്കെ കഴിയുമ്പോൾ ചിലരുടെ ഹൃദയത്തിനകത്ത് ഭീകരമായിരിക്കുന്ന ആത്മസന്തോഷം. സ്തോത്രം. ഇതിന്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. അതിന്റെ കാരണം അവര് പെയ്യാനുള്ളവരാ, അവര് ദൈവത്തിന്റെ മക്കളാ, അവര് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരാ. അവരാ ദൈവം കണ്ടുവച്ചിരിക്കുന്നവരാ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവരാ. ഇന്ന് ലൈനില് എന്നെ കേൾക്കുന്നവരോടായിട്ട് ദൂത് പറയുക, നിങ്ങൾ സ്പെഷ്യൽ ആകട്ടോ. ഈ ദൈവവചനം കേൾക്കുമ്പം സമുദ്രത്തിലെ അല്ലെങ്കിൽ ഈ നീർത്തുള്ളിയെ ദൈവം ആകർഷിക്കുമ്പം നമുക്കറിയാലോ, ചിലരെയൊക്കെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിക്കുമ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മുമ്പോട്ട് വരാത്ത ഒത്തിരി പേരുണ്ട്. ഒരു സമർപ്പണത്തിന് മുമ്പോട്ട് വിളിക്കുമ്പോൾ സമർപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മുമ്പോട്ട് വരാത്തവരുണ്ട്. എന്നാൽ ആ സമയത്ത് അഹങ്കാരത്തെയൊക്കെ മാറ്റി വെച്ച് താഴ്മയോട് ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്ന ചിലരുണ്ട്. സ്തോത്രം. അതാ ഈ ആകർഷിക്കപ്പെടുന്ന നീർത്തുള്ളികൾ. അവരുടെ ഉള്ളത്തിനകത്ത്
അവർക്കറിയാം ദൈവ സാന്നിധ്യത്തെ അറിയാം, ദൈവവചനത്തെ അറിയാം, ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഭാവി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ളവർ ഒരു ലജ്ജയും കൂടാതെ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഉടനെ അവൻ പ്രാർത്ഥിക്കാനായിട്ട് കയറും, അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഓടി ദേവദാസന്മാരുടെ അടുക്കൽ വരുന്നവരുണ്ട്. അമ്മച്ചോ അവരൊക്കെ ശരിക്കും ആകർഷിക്കപ്പെടുന്നവർ, വചനം കേൾക്കുമ്പോൾ ആകർഷിക്കപ്പെടുന്നവർ, പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ആകർഷിക്കപ്പെടുന്നവർ, ദൈവത്തിന് വേണ്ടി ചിലത് ത്യജിക്കാനൊക്കെ പറയുമ്പോൾ ആകർഷിക്കപ്പെടുന്നവർ. ഇവിടെ ചിലർക്കൊക്കെ സമുദ്രം വിടാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇപ്പോഴും വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ ഇഷ്ടം. ചിലർക്കൊക്കെ ലോകത്തെ വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ എന്നാ ദൈവജനം പറഞ്ഞാലും ചിലരൊന്നും ആകർഷിക്കപ്പെടത്തില്ല. കാരണം അവര് വെളിച്ചത്തെക്കാൾ ഏറെ ഇരുളിനെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിനുള്ളത് നിശ്ചയമായിട്ടും അമ്മൻ ഏലിയാവിന്റെ പദം എലീശായുടെ മേൽ വീണപ്പം പിന്നത്തേതിൽ എലീശ സകലതും വിട്ടേച്ച് ഏലിയാവിന്റെ പുറകെ പോയതുപോലെ ചിലരുണ്ട്. ആമേൻ നവോമിയോട് ചുംബിച്ച് പിന്മാറിപ്പോയ ഓർപ്പയെ പോലെയല്ല ചിലരങ്ങനെയാ. മോവാബ് വിടാൻ മേലാതെ, ലോകം വിടാൻ മേലാതെ പുറകോട്ട് ഉമ്മൂച്ചൊക്കെ പോകും. എന്നാൽ ആ സമയത്ത് നവോമിയോടുകൂടെ ആ ആകർഷണത്തിൽ മുമ്പോട്ട് കയറി വരുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവരാവിയായിട്ട് മാറുക എന്ന് പറഞ്ഞാല് പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിന് അവർക്കറിയാം ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ അവനുള്ളതല്ല. അവര് പിന്നെ പലതിൽ നിന്നും വേർപെടും. ജഡ സ്വഭാവത്തിൽ നിന്ന്, ലോക സ്വഭാവത്തിൽ, ലോകമോഹത്തിൽ നിന്ന്, ലോകം കൊടുക്കുന്ന ആഗ്രഹം, ലോകം കൊടുക്കുന്ന ചിന്ത, ലോകം കൊടുക്കുന്ന വിശ്വാസം, ലോകം കൊടുക്കുന്ന പ്രത്യാശ, ഇതിൽ നിന്നെല്ലാം അവരങ്ങ് മാറും, വേർപെടും. അതിൽ നിന്നെല്ലാം വേർപെടും. ഇന്ന് കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട് ആരെങ്കിലും വേർപെടാതെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, ചതിക്കപ്പെടരുത്. ആമേൻ. ലോത്തിനെ പോലെ നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർപെടാതെ ലോകത്തെ തന്നെ മുമ്പിൽ വെച്ച് നീരോട്ടുള്ള സ്ഥലം നോക്കി പോകരുത്. രൂത്തിനെ പോലെ ആമേൻ ഒന്നും കണ്ടില്ലേലും ഈ ദൈവം വലിയ ദൈവമാണ്, ഈ ദൈവം എന്റെ ദൈവമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കർത്താവിന്റെ ഹിതപ്രകാരം മോവാബിൽ നിന്ന് വേർപെടണം. സ്തോത്രം. അങ്ങനെ വേർപെടുന്നവരെ കുറിച്ച് പറയുക. സ്തോത്രം. അതിന് യോബ് തന്നെ പറയുന്നുണ്ട് 28:26 അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും. അപ്പൊ അവിടെ മഴയ്ക്കൊരു നിയമമുണ്ട്, ചുമ്മാ ഒന്നും പെയ്യാൻ പറ്റത്തില്ല. ആമേൻ. നമ്മൾ ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഉടനെ ഒന്നും പെയ്ത്തൊന്നും നടക്കത്തില്ല. നിങ്ങൾ ഈ മഴയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ഇത് ആവിയായിട്ട് പൊങ്ങിയിട്ട് ഇത് തണുപ്പിക്കുന്ന ഒരു ഫ്രീസർ ദൈവത്തിന് ആകാശത്തുണ്ട്. അതാ സഭ, അതാ ഈ ഇങ്ങനെയുള്ള പ്രയർ കൂട്ടായ്മ, ഇങ്ങനെയുള്ള പ്രയർ ലൈനുകൾ നമ്മളെ നമ്മുടെ രൂപത്തിലേക്ക്, നമ്മുടെ എന്താണോ ആയിട്ട് വരേണ്ടത് അതിലേക്ക് കൊണ്ടുവരിക. ഈ വചന ശുശ്രൂഷകളൊക്കെ നിങ്ങളിലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ, നിങ്ങളിലുള്ള ദൈവത്തിന്റെ വിളിയെ, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശത്തിനനുസരിച്ച് നിങ്ങളെ പണിയുക ദൈവം. ചിലരുടെയൊക്കെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങൾ അതുമായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. പക്ഷേ നിങ്ങളിൽ അനേക കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്താനുള്ള അഭിഷേകം സഭയിലൂടെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ദൈവം തരിക. ചിലർക്ക് ഒത്തിരി രോഗത്താലും ഒക്കെ ആയിരിക്കും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ ആകർഷിക്കപ്പെടുന്നവരോട് പറയാം, ഒത്തിരി രോഗികളെ സൗഖ്യമാക്കാനുള്ള ഒരു രൂപത്തിലേക്ക് ദൈവം നിങ്ങളെ പണിയുകയും ഒരു നിയമമുണ്ട്, ചുമ്മാതെയല്ല. ഒത്തിരി കടഭാരത്താലൊക്കെ ആയിരിക്കുന്നവര് ഈ ആകർഷണത്തിനകത്ത് പ്രത്യേകം ആകർഷിക്കപ്പെടും. ആമേൻ. അവർ ആകർഷിക്കപ്പെട്ട ഒരു ആവി പോലെ കുറെ നാൾ ചുട്ടുപഴുത്തിയ അനുഭവത്തിലാണ്, ഒരു ആവി പോലെ ചുട്ടുപഴുത്തിയ അനുഭവത്തിൽ. പക്ഷെ ഓർത്തോണം, മഴയ്ക്കൊരു നിയമമുണ്ട്. ആ കടഭാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് അനേകരെ സാമ്പത്തികമായി ഉറപ്പുള്ളവരാക്കാൻ, അനേകർക്ക് കൊടുക്കുന്നവരാക്കി നിങ്ങളെ രൂപപ്പെടുത്താൻ ദൈവത്തിന് നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ഫ്രീസിങ് പ്ലേസ് ഉണ്ട്. നിങ്ങളെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഷേപ്പിംഗ് പ്ലേസ് ഉണ്ട്.
ആമേൻ. അത് ചിലപ്പോൾ ചില കാലഘട്ടമായിരിക്കും, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ചിലപ്പോൾ 7 വർഷമോ 10 വർഷമോ ഒക്കെ വന്നെന്ന് വരും. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരോട് പ്രവചന ദൂത് പോലെ പറയുക, കുടുംബ പ്രശ്നമാകാൻ ഭാരപ്പെടരുത് കേട്ടോ, രോഗമാകാൻ ഭാരപ്പെടരുത്, ഒരുപക്ഷെ ഞെരുക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാകാം നെടുവേർപ്പെടരുത്, ഏതെങ്കിലും വിഷയത്തിൽ പരിഹസിക്കപ്പെടുന്ന ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട പലരും വിചാരിക്കും ദൈവം കാണുന്നില്ല, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ, ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പലരും പലപ്പോൾ ചോദിക്കല്ലേ. ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് മഴയ്ക്ക് ഒരു നിയമമുണ്ട്. ദൈവം ഇതിനിടയിൽ ചില നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ കഷ്ടത്തിലായത് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഗുണമായി എഴുതിക്കുന്നത് പോലെ നമ്മൾ ഒരു കഷ്ടത്തിലൂടെ പോകുമ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ പ്രവാചകന്മാരെ വിളിച്ചു, പ്രാർത്ഥന വെച്ചു, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ വിലയേറിയ കാര്യം നിങ്ങൾ അനുഭവിച്ച കഷ്ടം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ദൈവത്തിന് പഠിപ്പിക്കാനുണ്ട്. അതിന് ചില കാരണങ്ങൾ കാണും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ ചില വഴികൾ കാണും. രണ്ടും നിങ്ങൾ നോക്കണം. എന്തെങ്കിലും കാരണം ഭൂതകാലത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാരണം മനസ്സിലാക്കി ക്രമീകരണം ചെയ്യണം, ഉപദേശം പഠിക്കണം. അതല്ലെങ്കിൽ കാരണം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ മൂർച്ച വരുത്താൻ അതിന് പുറത്തു വരാനായിട്ടുള്ള വഴികൾ വേദപുസ്തകത്തിലുണ്ട്, പഠിക്കണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ അതവിടെ ഒരു നിയമമുണ്ട്. മഴ ചുമ്മാ പെയ്യുമല്ല, നിയമമുണ്ട്. ഞാൻ കുറെ കാലം രോഗിയായിരുന്ന ഒരാളാണ്. എന്നാലും കർത്താവിന്റെ കൃപയിൽ 10-30 വർഷമായിട്ട് ഇപ്പം മരുന്നൊന്നും എടുക്കുന്നില്ല. ഞാൻ വളരെയധികം കാലം കടഭാരത്തിലൂടെ പോയ ആളാണ്. ഇപ്പൊ കർത്താവിന്റെ കൃപയാൽ ഒത്തിരി പേര് കുടുംബ സഹായിക്കാൻ കർത്താവ് ഭാഗ്യം തരുന്നുണ്ട്. ഞാൻ ഒരു കാര്യത്തിലും ഒന്തി ചെയ്താലും ജയിക്കാതെ ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ട ഒരാളാണ്. ഇന്ന് അനേകരുടെ ജീവിതം വിജയകരമാക്കി തീർക്കാൻ എന്നെ കർത്താവ് ഉപയോഗിച്ചു. എന്റെ കുടുംബം തകർന്ന ഞാൻ അനേകരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുത്താൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സമയത്തെല്ലാം ഞാനും ചുട്ടുപൊഴിച്ച ഒരു അനുഭവത്തിലൂടെ നമുക്കറിയാലോ, ആവി പോകുന്ന അനുഭവത്തിൽ ചൂട് പിടിച്ച് വീർപ്പ് മുട്ടിയൊക്കെ പോയ ഒരു കാലഘട്ടം എനിക്കുമുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് വചനം പഠിക്കാൻ കാരണമായി, എൻ്റെ ഭൂതകാലം നോക്കി ചിലത് ക്രമീകരിക്കാൻ കാരണമായി. അപ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കാൻ, അത് പഠിക്കുവാൻ, അത് മനസ്സിൽ കൊണ്ടു നടക്കുവാൻ, അത് അനേകർക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം ആമേൻ എൻ്റെ ഹൃദയത്തിൽ ഒരു നിക്ഷേപമാക്കി തീർന്നു. ചുമ്മാ പെയ്യുകയല്ല, ചുമ്മാ പെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കഷ്ടകാലം കൂട്ടരുത്. നിങ്ങളുടെ ആവിയായി ചൂട് പിടിച്ച് നടക്കുന്ന കാലം കൂട്ടരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ചുമ്മാ പെയ്യത്തിൽ ഒരു നിയമമുണ്ട്, ഒരു നിയമം. ആ നിയമം മനസ്സിലാക്കണം. ദൈവത്തിന് ആമേൻ ഈ ഭൂമിയിൽ നമ്മളെ പെയ്തിറക്കുമ്പം ആമേൻ നമ്മളെ പോലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ കഷ്ടതയിൽ കടന്നു പോകുന്ന അനേകർക്ക് ആമേൻ അവരെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ രോഗം ഉണ്ടായത്, എനിക്ക് ആ കടഭാരം ഉണ്ടായത്, ആ കേസിൽ കുടുങ്ങിയത്, അല്ലെങ്കിൽ പിശാച് എന്നെ ബന്ധിച്ചത്, ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഞാൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ചില കാര്യങ്ങൾ ക്ഷമിക്കാത്തത് ചിലതുണ്ടായിരുന്നു, ഞാനത് ക്ഷമിച്ചു. എനിക്ക് ചിലരോട് കയ്പുണ്ടായിരുന്നു, ഞാനതെടുത്ത് മാറ്റി. അതൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് വിടുതലായത്. എനിക്ക് അസൂയ ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ ഈ പ്രശ്നത്തിന് കാരണമായിരുന്നത്. എനിക്ക് പണം ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. പിന്നത്തേതിൽ ആമേൻ ഞാൻ വചനം പഠിച്ചു, എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായി, ശരി എന്താണെന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് മഴയ്ക്കൊരു നിയമമുണ്ട്. യോബ് പറയുക, ചുമ്മാതല്ല യോബ് ഒരു പിന്മഴ പോലെ, മഴ പോലെ തൻ്റെ തലമുറയിൽ, ഈ തലമുറകളിൽ തലമുറയായി പെയ്യുന്നത്. അപ്പോ ഈ ദൈവജനം കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കണം. സ്തോത്രം. കർത്താവ് യോബിനെ പറയുക 26:8 അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു. കണ്ടോ, മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു.
അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. യോബിന്റെ പുസ്തകം മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. യോബ് പറയുക, യോബിന്റെ ജീവിതവും ഇതുപോലെ വെള്ളത്തിൽ കെട്ടിവെച്ച, ഇതുപോലെ മേഘത്തിൽ കെട്ടിവെച്ച. മേഘത്തിൽ കെട്ടിവെക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മളെ കനപ്പിക്കാൻ. കുഞ്ഞു കഷ്ണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പെയ്യാൻ പറ്റത്തില്ല. പെയ്യണമെങ്കിൽ പെയ്യേണ്ട അളവത്തിൽ കനയ്ക്കണം. അപ്പം നമ്മളെ സഭയിലാക്കി വെക്കുന്നത്, ഇതുപോലുള്ള പ്രാർത്ഥനാലയങ്ങളിലാക്കി വെക്കുന്നത്, പ്രാർത്ഥനാ മുറിയിലാക്കി വെക്കുന്നത്, ഉപവാസത്തിലാക്കി വെക്കുന്നത്, ദൈവവചന പഠനത്തിലാക്കി വെക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ ശരിക്ക് ഘനപ്പെടാൻ കർത്താവ് കെട്ടിവെക്കുക. ഇന്ന് ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, ഇത് കേൾക്കുന്ന നിങ്ങളെ കർത്താവ് ഒരു മേഘത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ കെട്ടിവെച്ചിരിക്കുക. ആമേൻ. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കൊത്തവണ്ണം നിങ്ങൾ വളരുവോളം ഒരിക്കലും അതിനു മുമ്പ് അത് കീറി പോകത്തില്ല. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നിങ്ങൾ വളരുമ്പോൾ മാത്രമാണ് പെയ്തിറങ്ങേണ്ട സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ട് പെയ്യിപ്പിക്കുന്നത്. ഇതിന് നമുക്കറിയാം, നമ്മുടെ ഇവിടെ പെയ്യുന്ന പല മഴയും, നമുക്കിപ്പം നാട്ടില് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായതിന്റെ മഴ അനേക സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാ ചില ന്യൂനമർദ്ദങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നത്. ആഫ്രിക്കയിൽ ചെന്ന് പെയ്തെന്ന് വരും, യൂറോപ്പിൽ ചെന്ന് പെയ്തെന്ന് വരും, ചൈനയിൽ ചെന്ന് പെയ്തെന്ന് വരും, അമേരിക്കയിൽ ചെന്ന് പെയ്തെന്ന് വരും, ഇസ്രായേലിൽ ചെന്ന് പെയ്തെന്ന് വരും, അറബി നാടുകളിൽ ചെന്ന് പെയ്തെന്ന് വരും, കേരളത്തിന്റെ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഒക്കെ മേഖലകളിൽ ചെന്ന് പെയ്തെന്ന് വരും. പക്ഷെ ഈ പെയ്യുന്നതിന് മുമ്പ് അവരെ കർത്താവ് മേഘത്തിൽ കെട്ടി വെച്ചിട്ട് തന്റെ കാറ്റിനെ തന്റെ ദൂതന്മാരാക്കി നമ്മളെ തള്ളിപ്പായിച്ച് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. എന്തിനാണെന്നറിയാമോ? അവിടെ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവിടെ ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. വെള്ളമില്ലാതെ എന്നെ ആര് സഹായിക്കും, എന്നെ ആര് രക്ഷിക്കും, ആരെന്റെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും എന്ന് കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇതിനൊരു വഴി പറഞ്ഞു തരാമോ? സ്തോത്രം, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കരകയറ്റാമോ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിന് നടുവിലേക്ക്. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഇന്ന് ഈ വചനം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലര് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടൊരു ആവി പോലെ ആയിരിക്കും. വേറെ ചിലര് മേഘത്തിനകത്ത് കെട്ടിവെച്ചപ്പെട്ട അനുഭവത്തിലായിരിക്കും. സ്തോത്രം. പക്ഷെ എല്ലാവരോടുമായിട്ടൊരു ദൂത് പറയുക. ദൈവം ചുമ്മാ കെട്ടിവെക്കുകയല്ല, പ്രത്യേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ സമയത്ത് പെയ്തിറക്കാൻ വേണ്ടിയാ. അവൻ ഹിമത്തോട് പെയ്യുക എന്ന് കൽപ്പിക്കുന്നു, അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും പെയ്യാൻ കൽപ്പിക്കുക. ഇവിടെ കർത്താവിന്റെ കൽപ്പന മുഖാന്തരം പെയ്തിറങ്ങുകയാണ്. ഇതാ ശരിയായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. വിശുദ്ധ പൗലോസ് അനേക ദേശങ്ങളിൽ പെയ്തിറങ്ങി, പത്രോസ് അനേക ദേശങ്ങളിൽ പെയ്തിറങ്ങി, ഫിലിപ്പോസ് അനേക ദേശങ്ങളിൽ പെയ്തിറങ്ങി. നമുക്കറിയാം കർത്താവിന്റെ ശിഷ്യന്മാർ ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളിലെല്ലാം പെയ്തിറങ്ങി. ഒത്തിരി പേർക്ക് ആശ്വാസമായി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഉപ്പുരസം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അത് ആർക്കും നന്മയായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ രൂപാന്തരം പ്രാപിച്ച ഒരു ദൈവവൈദ്യര് രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, വീര്യപ്രവൃത്തികളെ ചെയ്യും, അനേകർക്ക് ആശ്വാസമാകും, അനേകർക്ക് തണുപ്പാകും, അനേകരുടെ കുടുംബജീവിതത്തിന് നന്മയാകും. അനേകർക്ക് അവരുടെ ബിസിനസ്സിന് അവർക്ക് അനുഗ്രഹമാകും, അനേകർക്ക് വഴികാട്ടികളായി മാറി നന്മയായി മാറാനിടയാകും. ഇവിടെ യോബ് പറയുക, മഴയ്ക്കെന്ന പോലെ അവരെനിക്കായി കാത്തിരിക്കും. കാരണം യോബിന്റെ ജീവിതം വിധവമാർക്ക്, അനാഥർക്ക് എല്ലാം ഒരു അനുഗ്രഹമായി. യോബിന്റെ ജീവിതം യൗവനക്കാർക്കൊരു അനുഗ്രഹമായി. യോബിന്റെ ജീവിതം വാർദ്ധക്യത്തിലുള്ളവർക്കൊരു അനുഗ്രഹമായി. യോബ് ആ കാലഘട്ടത്തിനൊരു അനുഗ്രഹമായി. പിന്മഴയ്ക്കെന്ന പോലെ അവരെനിക്കായി വായ പിളർക്കും. യോബിനെ ദൈവം രൂപപ്പെടുത്തിയതാ. യോബിനൊരു അപ്പനുണ്ട്, മഴയ്ക്കൊരു അപ്പനുണ്ട്. യോബിനെ ദൈവം ആകർഷിച്ചു. യോബ് ചുട്ടുപഴുതിയ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി. എന്നാല് കീറിപ്പോയില്ല കേട്ടോ, കീറിപ്പോയില്ല. യോബ് കൃത്യസമയത്ത് ഒരു അനുഗ്രഹമായി ചെയ്തു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലും എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കാനും
ആമേൻ. ഞാൻ പറഞ്ഞ സദസ്യത്തോട് ചേർന്ന കാര്യം ചിന്തിക്കാനും കാരണമായി തീരട്ടെ. അവസരമൊരുക്കി തന്ന കർത്താവിന്റെ ദാസനോട് പ്രത്യേക നന്ദി പറയുക. ഈ പ്രാർത്ഥന കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പ്രകാശ് ബാബു എന്നാണ്. നാട്ടിലെ ചില പ്രവർത്തനങ്ങളോട് ബന്ധത്തിലായിരിക്കുന്നു. പീസ് ഫോഴ്സസിന്റെ പ്രവർത്തനങ്ങൾ നാട്ടില് ചർച്ചുകള്, റിവൈവൽ സെന്റർ, ബൈബിൾ സ്കൂളുകള്, ആമേൻ, അതുപോലെ തന്നെ പ്രയർ ടവറുകള്, ആമേൻ, മീഡിയയിലെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പലവിധ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ സുവിശേഷ വേലയിൽ മുഖത്തായിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് കടന്നു വന്ന് ദൈവത്തിനോട് ശുശ്രൂഷിപ്പാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ.